പലഹാരങ്ങൾക്ക് ഓർഡർ തരാമെന്ന വ്യക്തി വീടിനുള്ളിൽ എവിടെയായിരുന്നത്? ഡൈനിങ് ടേബിളിന്റെ അടുത്തുള്ള കസേരയില സാറേ. സാറിനെന്ന് ആദ്യമായിട്ട് ഇഡ്ഡലി ഉപ്പുമാവ് കഴിക്കാൻ തന്നില്ലേ ആ കസേരയില്. ഓ എന്റെ പൊന്നോ, നമിച്ചു. എന്നിട്ട് അയാൾ ചായ ചോദിച്ചു. അല്ല സാറേ, അല്ല, ചായ വേണോന്ന് ചോദിച്ചു ഞാനാ. അപ്പോഴാ അയാള് പറഞ്ഞത് ഇഞ്ചി ചായ ഇട്ട് തരണോന്ന്. ഓ, ഇവക്ക് ഇത് തന്നെയാണ് സാറേ പണി. ആരെങ്കിലും വീട്ടിൽ എത്തി നോക്കിയാ അപ്പ തുടങ്ങും, ചായ ഇട്ടെ, മുളക് വെച്ചിട്ടാക്കി തരട്ടെ. എന്നാടി നീ ഏർപ്പാട് നിർത്തണത്? ശ്രീടച്ചനൊന്ന് വെറുതെ ഇരുന്നേ. ഒരാള് വീട്ടിൽ കയറി വരുമ്പോ ചായ വേണോന്ന് ചോദിക്കുന്നതിൽ എന്താ ഇത്ര വലിയ തെറ്റ്? അയാള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ എന്റെ ഇഞ്ചി ചായ നല്ലതാണെന്ന്. അതുകൂടെ കേട്ടപ്പോ എനിക്ക് സന്തോഷായി എന്നുള്ള സത്യം തന്നെയാ. അതെ അതെ, അപ്പൊ അവനങ്ങ് പുകഴ്ത്തിയപ്പോ നീ അങ്ങ് വീണു. ശരി ശരി, ഇനി ബാക്കിയും കൂടി സാറിനോട് പറഞ്ഞ് അവസാനിപ്പിക്ക്. നിനക്ക് തരാനുള്ളത് ഞാൻ ഈ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ട് എടുത്തു തരാം. സാധാരണ ഒരാൾ വീട്ടിൽ വരുമ്പോ ചായ വേണോ എന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ടെന്ന് പറയും. പക്ഷേ ഇവൻ ചായ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോ അറിഞ്ഞോ അറിയാതെയോ സരോജാമ്മ ഇഞ്ചി വാങ്ങാൻ പുറത്തേക്കും പോയി. ശരി, ആ ഫയല് വീട്ടിലെവിടെ വെച്ചിരുന്നു? മോളുടെ റൂമിലെ മേശയുടെ ഡ്രോയറിലായിരുന്നു സാർ. മോൾ അത് തുടരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് തുറന്നു നോക്കിയത് പോലും ഇല്ല. പിന്നെ മനസ്സിലായി. അവിടെ വെച്ചിരുന്ന ഫയൽ നഷ്ടപ്പെട്ടിട്ടില്ല. ശ്രീലക്ഷ്മി അത് ഇവിടേക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ പിന്നെ ആ ഫയലിലെ കണ്ടന്റ് നഷ്ടപ്പെടാനും നിങ്ങളുടെ പെട്ടിയിൽ നിങ്ങളറിയാതെ 25,000 രൂപ വരാനും സാധ്യത എന്തായിരിക്കും? ഇനി തനിക്ക് എന്താണ് പറയാനുള്ളത് സാൻഡ്ര? താൻ കാണിച്ചത് എത്ര ഹീനമായ പ്രവൃത്തിയാണെന്ന് തനിക്കറിയാമോ? താൻ എന്നെയും എന്റെ കമ്പനിയെയും വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. വർമ്മൻ ഗ്രൂപ്പിലെ എംപ്ലോയീസ് പരസ്പരം എങ്ങനെ പെരുമാറണമെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ജീവനക്കാരനോ ഒരു ജീവനക്കാരിക്കോ ഒരു പ്രശ്നം വന്നാൽ ഒറ്റക്കെട്ടായി നിന്ന് അവരെ സഹായിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് താൻ ചെയ്തതോ? ജീവനക്കാർ ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത ഓരോ കയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന പ്രവൃത്തി. ശ്രീലക്ഷ്മിയോട് തനിക്ക് എന്തിനാ ഇത്ര ദേഷ്യം? അവൾ തന്നോട് എന്ത് തെറ്റ് ചെയ്തു? Can you explain that? യെസ് സർ, എനിക്ക് ശ്രീലക്ഷ്മിയോട് ദേഷ്യമാണ്. പക്ഷെ എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാൻ കാര്യങ്ങൾ ഒരുപാടാണ്. ഒരുപാട്. സാർ എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ ഞാൻ തകർത്തുന്ന് സാർ പറഞ്ഞു. ഐ അഗ്രി. പക്ഷേ വർഷങ്ങളായി കമ്പനിക്ക് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ച വിശ്വാസത്തെ സാർ അല്പം പോലും തിരിച്ചറിഞ്ഞില്ല. ഈ കമ്പനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ചവളാണ് ഞാൻ. ഐ വർക്ക്ഡ് ഹാർഡ് ഓൾ ദീസ് ഇയേഴ്സ്. ഞാൻ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത വിശ്വാസത്തെയാണ് അവൾ ഒറ്റ ദിവസം കൊണ്ട് തട്ടിയെടുത്തത്. അതും വെറും 2 രൂപ കോയിന്റെ പേരില്. ആ 2 രൂപയുടെ പേരില് അവൾക്ക് എന്തെല്ലാം ബൂസ്റ്റപ്പ് ആണ് സാർ കൊടുത്തത്. പുതുതായി വരുന്ന ഒരാളെ സഹായിക്കണം സാർ, ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ അവൾക്ക് സാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായം അൺബിലീവബിൾ. ലോകത്തിൽ ഒരിടത്തും ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് സാർ അവൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ആരാണ് സാർ? ഈ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി. അവൾക്ക് വേണ്ടി കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ തെറ്റിക്കുന്നതില് കണിശക്കാരനായ രവിചന്ദ്രവർമ്മന് യാതൊരു മടിയുമില്ല ഇപ്പോ. സർ, പിന്നെ സംസാരിക്കാം. പോയിക്കോളൂ. സർ, ഞാനാ. ഓ, ഐ എം സോറി. തന്റെ അച്ഛനും അമ്മയോടെ കാത്തിരിക്കുകയാണല്ലേ? അത് കുഴപ്പമില്ല സർ. സാറ് ഓക്കെ ആണല്ലോ അല്ലേ?
സാറിന്റെ മുഖം വല്ലാതിരിക്കുന്നു, അതാ ചോദിച്ചത്. നോ ഇഷ്യൂസ്, ഐ എം ഫൈൻ. യു നോ വാട്ട്, തന്നെ ഇഷ്ടപ്പെടാത്ത ചിലരെങ്കിലും ഈ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോ? എനിക്ക് പുതിയ അറിവാണ്. സോറി സർ, എന്നെ ഇഷ്ടപ്പെടാത്തവരെ പറ്റി ഞാൻ എന്തിനു ചിന്തിക്കണം? എന്നെ വിശ്വസിക്കുന്നവരെ പറ്റി മാത്രം ഞാൻ ചിന്തിച്ചാ പോരെ? ഓ, ദാറ്റ്സ് കറക്റ്റ്. യു ആർ റൈറ്റ്. ലൈഫ് ഈസ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ പറ്റി ചിന്തിച്ച് നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. 100% കറക്റ്റ്. തമ്പ, തന്റെ അച്ഛനും അമ്മയെ കാണാം. ദാ എത്തിക്കഴിഞ്ഞു നിന്റെ മാത്രം പ്രിയതമൻ മിസ്റ്റർ രഘുചന്ദ്ര വർമ്മൻ. ഇനി നമുക്ക് പോവാം. നിനക്ക് വേണ്ടി മാത്രം ഓഫീസിലെ പണിക്കടയിൽ പറന്നെത്തിയതാ ഞാൻ. കമോൺ, ലെറ്റ്സ് ഗോ. എവിടെ പോവാൻ മനസ്സിലായില്ല. ആ, അത് കൊള്ളാം. നീയല്ലേ പറഞ്ഞത് നെതർലാൻഡ്സിൽ നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോണോന്ന്? ആ, അത് ഞാൻ രാവിലെ തന്നെ ക്യാൻസൽ ചെയ്തു. ഇനി പോണോന്നില്ല. ക്യാൻസലോ? ബട്ട് വൈ? എന്താ രഘു ഇതൊക്കെ? ഇയർ എൻഡ്, GST, IT റിട്ടേൺ, പിന്നെ കുറെ ജോലി ഓഫീസിലുണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്തു പറ്റി? അതെല്ലാം അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയോ? ഓ എന്റെ രേഖ, അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ടല്ലേ ഞാനിപ്പോ വന്നത്. സി, എപ്പോഴും എനിക്കിങ്ങനെ വരാൻ പറ്റില്ല. അതുകൊണ്ട് സാരമില്ല, രഘുവിന് തോന്നുമ്പോ വരാം, പോവാം. ഐ ഡോണ്ട് വാണ്ട് ടു ക്വസ്റ്റ്യൻ യു. ഏയ് കമോൺ, എന്താ രേഖ ഇതൊക്കെ? നീ തമാശ കളിക്കുകയാണോ ഈ സമയമില്ലാത്ത സമയത്ത്? എന്നാ ഞാൻ തമാശ നിർത്തി സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആ, നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇപ്പോ? എന്നോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം? ഏയ് അങ്ങനെയൊന്നുമില്ല രേഖ. എന്ത് പ്രോബ്ലം? അതും നിന്നെ അറിയിക്കാതെ. Are you sure? കള്ളം പറയരുത്. ഓക്കെ, ഫൈൻ. ഞാൻ എന്റെ ചോദ്യം തിരിച്ചെടുത്തിരിക്കുന്നു. ലെറ്റ്സ് ലീവ് ഇറ്റ്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, പറയാം ഞാൻ. നീ ആരോടും പബ്ലിസിറ്റി നടത്തായിരുന്നാ മതി. ഓഫീസിൽ ഒരു പെൺകുട്ടിയെ പറ്റി നീ കേട്ടിട്ടില്ലേ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയോ? യെസ്, ശ്രീലക്ഷ്മി. അവളൊരു പാവം കുട്ടിയാ. പക്ഷേ ഇപ്പോ അവളുടെ പേരിൽ ഒരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ഒരു ആരോപണം. മധുരള്ള ഇടയ്ക്ക് പറയാറുള്ള ഒരു ശ്രീലക്ഷ്മിയെ കുറിച്ചാണോ രഘു ഈ പറയുന്നത്? അതെ അതെ, ആ കുട്ടി തന്നെ. പക്ഷെ തീയില്ലാതെ പുക വരില്ല രഘു. അവൾ എന്തെങ്കിലും പണി ഒപ്പിച്ചു കാണും, അതാണ് ആരോപണം. നോ രേഖ, എനിക്ക് അവളെ പറ്റി നന്നായിട്ട് അറിയാം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടായും അത് തന്നെയാണ് പറയുന്നത്. കാരണം ആരാ തെറ്റിയതെന്ന് ചേട്ടായിക്ക് മനസ്സിലായെന്നാ തോന്നുന്നത്. എന്നോട് പിന്നെ പറയാന്നാ പറഞ്ഞത്. അത് പിന്നീടാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഊഹിക്കാൻ പറ്റും ആരാണ് ഓഫീസിൽ കൃത്രിമം കാണിച്ച് കള്ളം ഒപ്പിക്കുന്നതെന്ന്. രഘു വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഇപ്പോഴേ കുറിച്ചു വെച്ചോ. സാന്ദ്ര. അവൾ ഒറ്റ ഒരുത്തിയെ ആ ഓഫീസിൽ എല്ലാം ഒപ്പിച്ചു കൂട്ടുന്നത്. സാന്ദ്രയെ മാറ്റി ഈ ശ്രീലക്ഷ്മി പോസ്റ്റിലിരുത്ത്, എല്ലാം ശരിയാവും. എല്ലാം. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. പക്ഷെ ഈ തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതാ, മനസ്സുകൊണ്ട് തീരുമാനിച്ച്. എന്താ മോളെ, അച്ഛന്റെ വാക്കുകൾ നീ ധിക്കരിക്കില്ലെന്നുള്ള വിശ്വാസത്തിലാ അച്ഛൻ ഈ തീരുമാനമെടുത്തത്. മോൾ അച്ഛനെ തോൽപ്പിക്കില്ലല്ലോ അല്ലേ? വരട്ടെ സാർ, ഞങ്ങൾ ഇറങ്ങുന്നു. സാറിനെ പോലെ തിരക്കുള്ള ഒരാളെ ഒരു ചെറിയ കാര്യത്തിന് പോലും ഞങ്ങളിനി ബുദ്ധിമുട്ടിക്കില്ല. സരോജം, സാർ, ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കാനാ വന്നത്. ഐ അണ്ടർസ്റ്റുഡ് മൈ മിസ്റ്റേക്ക്. ഐ എം സോറി സർ, എക്സ്ട്രീംലി സോറി. ടു ഹെൽ വിത്ത് യുവർ സോറി സാൻഡ്ര. എന്തിനൊക്കെ താൻ സോറി ചോദിക്കാൻ? താൻ സോറി പറഞ്ഞാൽ മാത്രം ചെയ്ത തെറ്റെല്ലാം തെറ്റല്ലാതെ മാറുമോ?
വിശ്വാസം എന്ന വാക്കിന് മുന്നിൽ താൻ 1000 വട്ടം സോറി പറഞ്ഞാലും അത് വിശ്വാസത്തിന് പകരമാവോ? പറയേ, ആവോ ഒന്ന്? തന്നോട് തുടക്കം മുതലുണ്ടായിരുന്ന വിശ്വാസത്തെ താൻ ഒരു നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത്. താൻ ചെയ്ത തെറ്റിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഒരല്പമെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ താൻ ഇപ്പോൾ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കില്ലായിരുന്നു. ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും ന്യായം പറഞ്ഞ് എന്റെ മനസ്സിനെ മാറ്റാമെന്നാണ് കരുതുന്നെങ്കിൽ യു ആർ മിസ്റ്റേക്കൺ സാട്ര. യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ. ഇനി ഒരു നിമിഷം പോലും താൻ ഈ ഓഫീസിൽ എന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല. ഐ വാണ്ട് യു ടു ക്വിറ്റ്. തനിക്ക് പോകാം. But sir, I say get out! Get out! Get out! Get out! Get out! Get out! ഹലോ ഹലോ രാജ, പറയാമേ. അല്ല നിന്നെ കണ്ടിട്ട് കാലം കുറച്ചായല്ലോ. ഈ വീട്ടിലേക്ക് വരില്ലെന്ന് നീ വല്ല ശബ്ദം എടുത്തിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ലമ്മേ. അല്പം തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട്. എന്നാ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണം. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നിന്നോട്. അമ്മേ, അത് വച്ചല്ലോ. അമ്മ ഫോൺ വിളിച്ചെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഇനിയിപ്പോ രവിക്കെല്ലാം പറ്റിക്കാണോ? ഹേയ്, എന്തു പറ്റ? അവന് പ്രേമപ്പനിയല്ലേ? പ്രേമപ്പനി. വൃത്തികെട്ടവൻ. മാഡം ഓഫീസ് ഒന്നില്ല. എന്താ അത്യാവശ്യമായിട്ട് പാർക്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്? കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കണ്ണടച്ചിരിട്ടാക്കരുതെന്ന്. സാർ അത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സാൻഡ്ര ഇപ്പൊ വർമ്മൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താണ്. ഐ ആം ആൻ ഔട്ട്സൈഡർ നൗ. അതുകൊണ്ട് ഔട്ട്ഡോറിൽ വന്നതെന്ന് സംസാരിക്കാമെന്ന് വെച്ചു. മനസ്സിലായി. പഴഞ്ചൊല്ലും സന്ദർഭോചിതം തന്നെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യത്തിലെത്താൻ മാഡം കണ്ടുപിടിച്ച മാർഗം സന്ദർഭോചിതമായില്ല എന്നുള്ളതാണ്. സമ്മതിക്കുന്നു രാജാറാം സർ. പക്ഷെ എന്തിനു ഞാനത് ചെയ്തു? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അതെന്താ ആരും അറിയണമെന്ന് ആഗ്രഹിക്കാത്തത്? എന്ത് ന്യായീകരണം പറഞ്ഞാലും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മാഡം ക്രിയേറ്റ് ചെയ്തത്. ആ കുട്ടിക്ക് സ്വന്തം കരിയർ തന്നെ ഇതുമൂലം നഷ്ടപ്പെടുമായിരുന്നു. Who cares? അങ്ങനെ സാൻഡ്രയ്ക്ക് നഷ്ടപ്പെട്ടതൊന്നും ആ ശ്രീലക്ഷ്മിക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല രാജാറാം സർ. അവളെപ്പോലെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ സഹതാപം പിടിച്ചുപറ്റി ഓഫീസിലും നമ്മുടെ സാറിന്റെ മനസ്സിലും കയറിക്കൂടിയവളല്ല ഞാൻ. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ സാൻഡ്രയുടെ വാല്യൂ സാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സോറി, ഇവിടെ ഇപ്പോൾ ഒരു എടുത്തുചാട്ടത്തിനിടയിൽ സംഭവിക്കാവുന്ന കോൺസിക്വൻസുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് സാന്ദ്ര മാഡം ആണെന്ന് ഞാൻ പറയും. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സുദർശനൻ ഫാമിലിയോ രവിചന്ദ്രവർമ്മൻ സാറോ ആരെങ്കിലും യാഥാർത്ഥ്യം അറിയാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നെങ്കിൽ മാഡത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? അതിനെക്കുറിച്ച് ആലോചിച്ചു മാഡം. 100 കോടിയോളം രൂപയുടെ ടെൻഡറാ കമ്പനിക്ക് നഷ്ടമായിരിക്കുന്നത്. രവിവർമ്മൻ സാർ ഇത്രയല്ലേ പറഞ്ഞോളൂ. ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മാഡം ഇപ്പൊ ലോക്കപ്പിനുള്ളിലാവുമായിരുന്നു. നീ ആദ്യമായിട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. എന്തു പറ്റി? ഞാൻ വെറുതെ അല്ലെന്ന് അച്ഛനറിയാം. ഞാൻ മനസ്സ് തൊട്ട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. മോളൊരിക്കലും അതൊന്നും മറക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഇങ്ങനെ വെറുതെ വന്ന് ഒറ്റയ്ക്ക് നിന്ന മനസ്സ് കാട് കയറും. അത് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ മോളകത്ത് പോയിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യും. ഒപ്പം പേപ്പറിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ നോക്കണം. ശരി അച്ഛാ, ഞാൻ നോക്കിക്കോളാം. അച്ഛൻ പോയിക്കോളൂ.
അച്ഛൻ മുൻപ് പറഞ്ഞതാ ശരി. രവിവർമ്മൻ സാറ് വളരെ വളരെ ഉയരത്തിലുള്ളയാളാ. ഞാൻ എത്ര ശ്രമിച്ചാലും പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തില്. അത്രയും വലിയൊരു മനുഷ്യന്റെ മുൻപില് എന്റെ അച്ഛൻ തല താഴ്ത്തി നിൽക്കുന്നത് ഞാൻ അനുവദിക്കാൻ പാടില്ല. അച്ഛനെ അനുസരിക്കണം. ഇനി അത് വേണം ചെയ്യാൻ. ആ രാജാ, വാ കാപ്പ് കുടിക്കാം. ആ ബെസ്റ്റ്. ഊണ് കഴിക്കേണ്ട സമയത്തോ? എന്ത് പറയാനാ, ഈ വീട്ടിൽ ചിലർക്കൊക്കെ ഉച്ച എടുക്കുമ്പോഴേ വിശന്ന് തുടങ്ങും. അത് നിർബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ മാത്രം. മനസ്സിലായമ്മേ, നമുക്ക് നേരെയാക്കി കളയാം. ഇപ്പൊ കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും എടുത്താൽ മതി. ആ എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി നിനക്ക് നല്ലൊരു ജ്യൂസ് റെഡിയാക്കാം. ശരി അമ്മേ. നീ എന്നോട് വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്തിന്? നീ എന്റെ സ്ലേറ്റും പെൻസിലും മോഷ്ടിച്ചുകൊണ്ടുപോയോ? അല്ലെങ്കിൽ കപ്പലിന്റെ മുട്ടായി വാങ്ങിച്ച് കൊതി കാണിച്ചിട്ട് നീ തന്നെ സ്വയം കഴിച്ചോ? കുറച്ചുകൂടെ വളർന്നിട്ടാണെങ്കിൽ നീ എന്റെ കാമുകിയെ എന്നിൽ നിന്ന് അടിച്ചു മാറ്റിയോ? എന്തിനാ ഞാൻ നിന്നോട് ദേഷ്യപ്പെടേണ്ടത്? ഓ, തമാശ പറഞ്ഞതാണല്ലേ. എന്നാലേ സഖാവ് കുട്ടിക്കാലത്തെ ഉദാഹരണങ്ങളിൽ നിന്നൊന്ന് വളർന്നാൽ വലിയ ഉപകാരമാകുമായിരുന്നു. നമുക്കേ പ്രായം അർദ്ധ സെഞ്ചുറി ആവാറായി. അത് നീ മറക്കരുത്. ഞാൻ മറക്കേണ്ടത് മറക്കൂ. നിനക്ക് പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. അത് പറയാം. അതിനുമുമ്പ് പ്രായത്തെക്കുറിച്ച് പറയുമ്പോ നീ ഇങ്ങനെ അസ്വസ്ഥനാകണ്ട എന്നൊരു കാര്യം നീ ഓർത്താൽ നന്നായിരിക്കും. സത്യം പറഞ്ഞ നമ്മൾ രണ്ടാളും നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ഓടി നടക്കുമ്പോ നമ്മുടെ വയസ്സ് കൂടുന്നത് നമ്മൾ ഓർക്കുന്നതേയില്ല. നമ്മുടെ ഈ പ്രായത്തിന് ഒരുപാട് കുഴപ്പങ്ങൾ കൂടിയുണ്ട് രവി. നമുക്ക് നേടാൻ പറ്റാത്തതിനൊക്കെ ഓർത്ത് പരിതപിക്കുന്ന പ്രായമാണിത്. ഇപ്പോഴും മധുര 17 നമുക്ക് തോന്നും. ഷുഗറും ബിപിയും ഡയബറ്റീസും വെളുത്ത മുടിയുമൊക്കെ പ്രായത്തെ ഓർമ്മിപ്പിക്കുമ്പോഴും അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത മനസ്സാണ് നമുക്കുള്ളത്. സ്റ്റെയർ കേസുകൾ ഓടിക്കയറാമെന്നും ഊർജ്ജസ്വലതയോടെ ക്രിക്കറ്റ് കളിക്കാമെന്നും ഒക്കെ കരുതും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നമ്മുടെ പിന്നാലെ നടക്കുന്നു എന്ന് വെറുതെ ഒരു തോന്നലും ഉണ്ടാകും നമുക്ക് ഈ പ്രായത്തില്. നീ വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. നമ്മൾ വാസ്തവം തിരിച്ചറിയണമെന്ന് മാത്രം. അതെ, ഞാൻ എല്ലാ റിയാലിറ്റിയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ഈ മുഴുനീള പ്രസംഗം കൂടെ കേട്ടപ്പോ സെൽഫ് റിയലൈസേഷൻ പൂർത്തിയായി. ഇനി താങ്കൾക്ക് പോവാം. ഇത് തരാനാ ഞാൻ വന്നത്. വാലന്റൈൻസ് ഡേക്ക് നീ വാങ്ങിപ്പിച്ച ഗിഫ്റ്റ്. ഇനി ഈ മോതിരം എന്റെ കയ്യിൽ വെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നി. ഇനി നിനക്കിത് സൂക്ഷിക്കാം. പക്ഷെ ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. ഇനി മേലാൽ രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. രണ്ടിലൊരാളെ തള്ളിപ്പറയോ ഉപേക്ഷിക്കുകയോ ചെയ്തേ പറ്റൂ. പക്ഷെ ആരെ? രണ്ടാളും എനിക്ക് രണ്ട് കണ്ണുകൾ പോലെയാ. ഏത് കണ്ണിനെ ഞാൻ പൊട്ടിച്ചു കളയേണ്ടത്? ഓർക്കും തോറും ഭ്രാന്ത് പെരുകുക തലയിൽ. നീ തന്നെ എനിക്കൊരു ഉത്തരം പറഞ്ഞതാ പ്ലീസ്. എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട് ശ്രീ. ഇതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടന്ന അതോടെ എല്ലാം തീരുമെന്ന് ഉറപ്പാ. പക്ഷേ അങ്കിള് ജോലിക്ക് പോണ്ടെന്ന് മാത്രമല്ലേ നിന്നോട് പറഞ്ഞോളൂ. നിന്റെ സങ്കടം കണ്ട രവിവർമ്മൻ സാറിനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. അത്തരം സംസാരമൊന്നും നടക്കാത്ത സ്ഥിതിക്ക് ഓഫീസ് മറന്നാലും നിനക്ക് രവിവർമ്മൻ സാറിനെ വേറെ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാലോ. മീറ്റ് ചെയ്തിട്ട് അതെത്ര കാലം? നിനക്കിതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാ കൃഷ്ണ. I'm almost lost.
ദേഷ്യപ്പെടാതെടി. ദേഷ്യമല്ല കൃഷ്ണ, ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഇനി കമ്പനിയിലെ ജോലിക്ക് പോണ്ടെന്ന് പറയുന്ന അച്ഛനോട് ഞാൻ രവിവർമ്മൻ സാറിനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? സമ്മതിക്കുന്ന പോയിട്ട് വിശ്വസിക്ക പോലും ഇല്ല അച്ഛൻ. മാത്രല്ല ഇതിനിയും കൂടുതൽ സങ്കീർണമാവുന്നതിന് ഞാൻ തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ആവും. സാറിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടാതെയാ ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചത്. അതും ഏറെക്കുറെ ശരിയാണ്. എല്ലാ പ്രേമകഥയും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. ചിലത് തുടക്കത്തിലെ അവസാനിക്കും, ചിലത് പകുതിയിലും. നിന്റെ കാര്യത്തില് പ്രേമം ഇതുവരെ തുടങ്ങിയിട്ടേ ഇല്ലെന്ന് ഞാൻ പറയും. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം അവസാനിക്കുന്ന ലക്ഷണമാണ് ഇപ്പൊ ഈ കാണുന്നത്. അതെ, തുടങ്ങും മുമ്പേ അവസാനിക്കുന്ന പ്രേമം. ചിലർക്ക് അങ്ങനെയും തലയിലെഴുത്തുണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഇടയ്ക്കിടയ്ക്ക് അമ്മയച്ഛനും പറയുന്ന ചില സത്യങ്ങളുണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന നീരേറ്റ് കോളനിയിലെ പാവപ്പെട്ടവള് രവിചന്ദ്രവർമ്മൻ എന്ന ആകാശ സൂര്യനെ മോഹിക്കരുതായിരുന്നു. കൃഷ്ണ, ആന്റി ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് തീർച്ചയല്ലേ? അവര് പുറത്തു പോകുന്നത് കണ്ടിട്ടല്ലേ നിന്നോടും കൂടി വരാൻ പറഞ്ഞത്. നമുക്ക് രണ്ടാൾക്കും കൂടി ഇന്ന് എങ്ങനെങ്കിലും ശ്രീ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പറഞ്ഞു വിടണം. രവിവർമ്മൻ സാറിനെ കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കുകയും വേണം. നീ വാ. നീ എന്താ ഓഫീസിൽ പോകാൻ റെഡി ആയില്ലേ ഇതുവരെ? ഓഫീസിൽ പോകാൻ ഇഷ്ടമല്ലല്ലേ ശ്രീലക്ഷ്മി? ദീപു, നീ മിണ്ടാതിരിക്കെ. എന്ത് പറ്റിയടി നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ ചത്തൂത്തിയിരിക്കുന്നത്? ഓഫീസിൽ പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലടി എനിക്ക്. പോയാൽ മറക്കാൻ ശ്രമിക്കുന്ന പലതും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് തിരികെ വരും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല കൃഷ്ണൻ. തളർന്നു പോവും ഞാൻ. എന്താടി ഇതൊക്കെ? നിനക്ക് ഇത്രയൊക്കെ വിഷമമുണ്ടെങ്കിൽ രവിവർമ്മൻ സാറിന് ഒന്ന് ഫോണെങ്കിലും ചെയ്തൂടെ നിനക്ക്? ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ നീ കരുതുന്നത്? അത് നിനക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ട കൃഷ്ണ. പ്രണയം എത്ര ഒളിപ്പിച്ചു വെക്കുന്നു അത്ര അത് കൂടിക്കൂടിയേ വരൂ. ബന്ധം നമ്മൾ എത്ര ശക്തിയിൽ താഴോട്ട് എറിയുന്നോ അതിന്റെ ഇരട്ടി ശക്തിയിൽ പൊന്തി വരില്ലേ? അതുപോലെ തന്നെ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാടി പറഞ്ഞത്? നീ ജീനിയസ് അല്ലേ, ജീനിയസ്. അത് ശരിയാ, ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയുന്നത് ബുദ്ധിജീവികളാ അല്ലേ കൃഷ്ണേ? ദിബുച്ചു നോക്ക് ശ്രീ, നീ ഓഫീസിൽ പോയില്ലെങ്കിൽ വേണ്ട. നിനക്ക് പുറത്തെവിടെങ്കിലും വെച്ച് രവിവർമ്മൻ സാറിനെ മീറ്റ് ചെയ്യാലോ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോണെങ്കിലും ചെയ്യ. അതോടെ എല്ലാം ശരിയാവും. സിമ്പിൾ സൊല്യൂഷൻ ഇത്. വേണ്ട കൃഷ്ണ. ബ്രദറുള്ളവരുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. സ്വർണ്ണ ചെപ്പാണോ അത്? അത് ബോക്സോ? ഗോപി, യെസ് മാഡം. ബ്രദറുള്ളവരുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്താ അത്? കയ്യില് അത് വിരലാണ് മാഡം. ഇഡിയറ്റ്. കയ്യില് പിന്നെ വിരലല്ലാതെ തലമുടിയാണോടെ ഉള്ളത്? ബ്രദറിലോ എന്തോ കയ്യിൽ പിടിച്ചിരുന്നു. അതെന്താന്നാ ചോദിച്ചത്? പിടിച്ചിരുന്നെങ്കിൽ അത് ചിലപ്പോ ഫോണായിരിക്കും മാഡം. ഫോണോ? സ്റ്റുപ്പിഡ്. താൻ കണ്ടിട്ടാണോ ഈ പറയുന്നത്? സോറി മാഡം, ഞാൻ നേരെ ചൊവ്വേ ശ്രദ്ധിച്ചില്ല. എങ്കിൽ പിന്നെ ഓരോന്ന് പറയാൻ നിൽക്കുന്ന എന്തിനാ? യൂസ്ലെസ് ഫെലോ. ഓ.
ഞാൻ അറിയാത്ത എന്തോ ചിലത് നടക്കുന്നുണ്ട് ഇവിടെ. സാരമില്ല, എന്റെ പേര് രേഖ എന്നാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്താണെന്ന്. നമ്മൾ രണ്ടാളും നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മിയെ ഓരോ തവണ കാണുമ്പോഴും നിന്നെപ്പോലെ തന്നെ ആദ്യമായി കാണുന്ന അനുഭവം എനിക്ക്. അവൾക്കും നിന്നെപ്പോലത്തെ മനസ്സ്, നിന്റെ നിഷ്കളങ്കത, നിന്റെ ഗുണമേന്മ, നിന്റെ അതേ വിശുദ്ധി. നീ ഒരിടത്ത് നിന്ന് പോയാലും നിന്റെ സുഗന്ധം അടയാളമായി അവിടെ അവശേഷിക്കും. അതുപോലെ അവള് സാന്നിധ്യം കഴിയുമ്പോഴും ഓർമ്മകളിൽ അവൾ നിറഞ്ഞു നിൽക്കും എപ്പോഴും. നീ നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് വേണം കേൾക്കാൻ. നീ നിന്റെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്തിരിക്കണം. എന്നും അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല മകളായിരിക്കണം നീ. അതാണ് നിന്റെ കർത്തവ്യം, അത് മാത്രം. ഇത് പറയാനല്ലേ സാറ് വന്നത്, ഈ ഉപദേശം തരാൻ? എനിക്കറിയാം സാർ, സാർ എപ്പോഴും അച്ഛന്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് മാത്രമാണ് സംസാരിക്കാറുള്ളത്. മുമ്പൊരിക്കല് എന്റെയും ദീപുവിന്റെയും കല്യാണം ഉറപ്പിച്ചപ്പോഴും സാറ് അച്ഛന്റെ അമ്മയുടെയും തീരുമാനത്തിനാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് സാറ് തിരിച്ചറിഞ്ഞില്ല. അന്ന് സാറിനെ കാണാൻ ഞാൻ പാർക്കിൽ വന്നിരുന്നത് വേറൊരു കാര്യം പറയാനായിരുന്നു. പക്ഷെ അന്ന് സാർ അത് കേൾക്കാൻ തയ്യാറാവാതെ പോയി കളഞ്ഞു. എന്നെയും എന്റെ മനസ്സിനെയും ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചിട്ട്. സരോജം, ആദ്യം അത് പിടി. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കാശ്? അതൊരു കാര്യമുണ്ട്. രാജനന്ദിനി സാരിക്ക് ഇപ്പൊ സെയിൽസ് വല്ലാതെ കൂടി. സെയിൽസ് കൂടിയതിന്റെ വകയായി സഹദേവ മുതലാളി ചെറിയൊരു കമ്മീഷൻ തന്നു. ഒപ്പം ഇന്നൽപ്പം നേരത്തെ പോരാൻ പെർമിഷൻ കിട്ടി. അത് ശരി. നിങ്ങൾ ഈ കാശ് അവിടെ മേശപ്പുറത്ത് വെച്ചേക്ക്, ഞാൻ പിന്നീട് എടുത്തോളാം. നിനക്ക് എന്ത് പറ്റി സരോജം? കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ മൂത്ത്. ഓ, എന്ത് സന്തോഷം. ശരിയാണ്, രാജനന്ദിനി സാരിയുടെ സെയിൽസ് കൂടിയപ്പോ കമ്മീഷൻ കിട്ടി. പക്ഷേ എന്റെ മോള് ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ സാരിയാണെന്ന് ഓർക്കുമ്പോ മനസ്സിനൊരു വേദനയാ. ഇന്ന് അവൾ അവിടെ ജോലി ചെയ്യാനില്ല, അതാണ് സങ്കടം. എന്റെ നല്ല മനസ്സിനെ നീ നശിപ്പിച്ചല്ലോ സരോജം. കയ്യിലൽപ്പം കാശ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ വന്നതാ, അത് നീയായിട്ടില്ലാതാക്കി. നീ ഇപ്പൊ എന്തിനാ പഴയ കമ്പനിയുടെ കാര്യം പറയാൻ പോയത്? എന്റെ മനസ്സിന്റെ വിഷമം ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇനി അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്താ അതുപോലെ? സരോജം, മോള് വർമ്മൻ കമ്പനി വിട്ട് നിനക്ക് വിഷമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വിഷമം കുറച്ച് ദിവസത്തേക്കേ കാണൂ. നീ നോക്കിക്കോ, നമുക്കും നല്ലൊരു ദിവസം വരും. അല്പം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ, കാത്തിരിക്കാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കടിക്കാൻ വരരുത്. ഇത്രയും വലിയൊരു കമ്പനിയിൽ ജോലി വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമാണെന്നേ ഞാൻ ഇപ്പോഴും കരുതുന്നുള്ളൂ. നിങ്ങളെ മോളോട് കാണിച്ചത് ഭയങ്കര ചതിയായിപ്പോയി, ഭയങ്കര ചതി. ഇപ്പൊ ഈ കാശ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് കുറച്ച് സന്തോഷം. പക്ഷേ
മോൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് സഹിക്കാൻ വയ്യാത്ത സങ്കടം, സഹിക്കാൻ വയ്യാത്ത സങ്കടം. അത് നിങ്ങൾ മറക്കരുത്. യമുന, കയ്യിലെന്ത് നോക്കട്ടെ. ഓ, മുല്ലപ്പൂ. അപ്പോ ബ്രദറിലോ ഓഫീസിൽ പോവാതെ ഇതും കൊണ്ട് എവിടെയോ പോയിട്ട് മടങ്ങി വന്നതാ. ഇതാർക്കോ കൊടുക്കാൻ കൊണ്ടുപോയി, എന്നിട്ട് അവരെ കാണാനാകാതെ മടങ്ങി വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ബ്രദറിലോയുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നു. മാഡം, ഇത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടാ രവി സാർ പോയത്. അല്പം വെയിറ്റ് ചെയ്യേ. ബ്രദറിലോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അത് ചെയ്യണമെന്ന് ഈ വീട്ടിൽ നിർബന്ധമൊന്നുമില്ല. യു റിലാക്സ്. അമ്മേ, മഹാമായേ. സുകന്യ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കരിക്കോത്തിയമ്മ അയച്ചിട്ട് വന്നതാണ് ഞാൻ. അമ്മയ്ക്ക് ചേരേണ്ടത് അമ്മയ്ക്ക് തന്നെ എത്തിച്ചേരണം മകളെ. അത് പൂജയായിരിക്കട്ടെ, പ്രസാദമായിരിക്കട്ടെ, പ്രാർത്ഥനയായിരിക്കട്ടെ, പ്രഭാതത്തിൽ വിരിയുന്ന പൂമട്ടായിരിക്കട്ടെ, എന്തു തന്നെ ആയാലും അമ്മയ്ക്ക് ചേരാനുള്ളത് അമ്മയ്ക്ക് തന്നെ നൽകണം നമ്മൾ. ആദ്യത്തെ മഴയ്ക്ക് വിരിയുന്ന ആ മുല്ലപ്പൂക്കളും അമ്മയ്ക്കുള്ളതാണ്. അത് അമ്മയ്ക്ക് തന്നെ നൽകിക്കോളൂ. അമ്മ സന്തോഷത്തോടെ തന്നെ അത് സ്വീകരിക്കും.